നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത്, എസ്പെഷ്യലി പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമുക്ക് താമസിക്കാൻ വീടൊക്കെ റെന്റ് ചെയ്യാറ്, വാടകയ്ക്ക് എടുക്കാറില്ലേ? അപ്പൊ ഞാൻ താമസിക്കാൻ വേണ്ടി വീട് വാടകയ്ക്ക് എടുത്തു എന്ന് ശരിക്കും എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ റെന്റഡ് എ ഹോം. ഐ റെന്റഡ് എ ഹൗസ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് റെന്റഡ് എ ഹൗസ് ടു സ്റ്റേ എന്ന് പറയാം. ഓക്കെ. സോ ഇപ്പം യൂഷ്വലി റെന്റിന് വീട് എടുക്കുവാണെങ്കിൽ എല്ലാ മാസവും നമ്മൾ വാടക കൊടുക്കണമല്ലോ. അപ്പൊ എല്ലാ മാസവും 5-ാം തീയതിയാണ് എനിക്ക് വീടിന് വാടക കൊടുക്കേണ്ടത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ നീഡ് ടു പേ റെന്റ് ഓൺ എവറി 5th of month. എവറി മന്ത് എന്താ സംഭവം? ഐ നീഡ് ടു പേ മൈ റെന്റ് ഓൺ 5th of every month. അങ്ങനെ പറയാം, യൂഷ്വലി പറയുന്ന ഒരു രീതിയാണ്. ഇതല്ലാണ്ട് യു ക്യാൻ യൂസ് ദ വേർഡ് ഡ്യൂ. മൈ റെന്റ് ഇസ് ഡ്യൂ ഓൺ 5th of every month എന്ന് പറയാം. ഇത് നമ്മൾ റെന്റിന് മാത്രമല്ല, മേ ബി ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വരുമോ അല്ലെങ്കിൽ വാട്ടർ ബില്ല് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഡ്യൂ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ. സോ എൻ്റെ റെന്റ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് ഈ ഒരു വേർഡ് വെച്ചിട്ട് എങ്ങനെയാ, റെന്റ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? ഐ ഹാവൻറ്റ് പെയ്ഡ് മൈ റെന്റ് എന്ന് പറയാം. ഈ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ മൈ റെന്റ് ഇസ് ഡ്യൂ എന്ന് പറയാം. അതായത് എനിക്ക് റെന്റ് അടയ്ക്കാനുണ്ട്, ഇതുവരെ അടച്ചിട്ടില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് 4-ാം തീയതിക്കാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു വേർഡ് വെച്ചുകൊണ്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. റെന്റ് എന്നുള്ള വേർഡ് വേണം കേട്ടോ. ഡ്യൂ എന്നുള്ള വേർഡും വേണം.